السلام عليكم. الحمد لله والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين. أما بعد. ആന്തരിക പ്രതിരോധ സംവിധാനം ആകസ്മികമോ ആസൂത്രിതമോ എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. 15 അധ്യായങ്ങളിലായി 116 പുറങ്ങളാണ് ഈ പുസ്തകത്തിന് ഉള്ളത്. ഓരോ അധ്യായങ്ങളിലും വളരെ വിശദമായി ആ അധ്യായങ്ങളുടെ ഹെഡിങ്ങിനോട് 100% കൂറ് പുലർത്തിക്കൊണ്ട് വിഷയത്തെ സംവദിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായി ഞാൻ കണ്ടത്. ഇതിൻ്റെ ആമുഖം തന്നെ ആരംഭിക്കുന്നത്, രണ്ടാമത്തെ പ്രത്യേകതയായി പറയാൻ തോന്നുന്നത് അതാണ്. ആമുഖം തന്നെ ആരംഭിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു വലിയ സംഭവം പരാമർശിച്ചുകൊണ്ടാണ്. വായനയ്ക്ക് മുമ്പ് അത് വായിച്ചിരിക്കണം എന്ന് ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നിരീശ്വരവാദികളും യുക്തിവാദികളുമായി നടത്തിയ ഒരു സംവാദത്തിൻ്റെ ബാക്കി പത്രമാണ് ആ സംഭവം. ധാരാളമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിശ്ചയിച്ച സമയത്ത് സംവാദത്തിനെത്താത്ത അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അവിടെ കൂടിയ ആളുകൾ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളും യുക്തിവാദികളുമായ ആളുകൾ ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ട് നേരം വൈകി എന്ന്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ലളിതമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന മറുപടി. അദ്ദേഹം പറയുന്നത്, ഞാൻ നോക്കി നിൽക്കെ ഒരു മരം താഴെ വീണു, എന്നിട്ട് ആ മരം തനിയെ ഒരു തോണിയായി മാറി, എന്നിട്ടത് സ്വയം പുഴയിലേക്ക് നീങ്ങി. മരത്തിൻ്റെ ഒരു ശിഖരം തോണിയുടെ തുഴയായി മാറി, അതുപയോഗിച്ച് തുഴഞ്ഞ് ഞാൻ മറുകര പറ്റി. ഇത് കാരണമാണ് താമസിച്ചു പോയത് എന്ന്. സ്വാഭാവികമായും ബുദ്ധിയുള്ള ആർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇങ്ങനെ ഒരു സാധാരണ തോണി സ്വയം ഉണ്ടായി എന്ന് പറയുമ്പോൾ ശുദ്ധ അസംബദ്ധമാണല്ലോ താങ്കൾ പറയുന്നത് എന്ന് പ്രതികരിച്ച ആ സമൂഹത്തിനോട് അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത്, എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരിക്കലും സ്വയം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഗോളങ്ങളും അതിലുള്ള ജീവികളും അതിലുള്ള മറ്റു സംവിധാനങ്ങളുമൊക്കെ സ്വയം ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാനാവും എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഒരു സംവാദം ആവശ്യമില്ലാതെ ജനം പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സംഭവമാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകം ഏത് ദിശയിലേക്ക് പോകുന്നു എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഈ പുസ്തകത്തിൻ്റെ ആകെത്തുക 15 അധ്യായങ്ങളിലൂടെ സഹോദരൻ മൊയ്നുദ്ദീൻ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച കാര്യം, മനുഷ്യന് ചുറ്റും കോടാനുകോടി രോഗാണുക്കളുണ്ട്. നമുക്കറിയാം, മെഡിക്കൽ സയൻസ് ആന്റിജൻ എന്ന് വിളിക്കുന്ന രോഗാണുക്കൾ. അവ എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശരീരത്തിൽ പ്രവേശിച്ച് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ രോഗാണുക്കളെ തടുക്കാൻ ആന്റിബോഡി ഉണ്ട്. ഈ രോഗാണുക്കളും ആന്റിബോഡിയും തമ്മിൽ ശരീരത്തിനകത്ത് ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരന് മനസ്സിലാകാൻ വലിയ പ്രയാസമില്ലാത്ത ഭാഷയിൽ ആ യുദ്ധമാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വാഭാവികമായും ഈ യുദ്ധം ശരീരത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച
പ്രപഞ്ചത്തെയാകെ സൃഷ്ടിച്ച സർവശക്തനായ സൃഷ്ടാവിന്റെ അത്യത്ഭുതകരമായ ഒരു ഖുദ്റത്താണ്, വലിയ ഒരു കഴിവാണ്, മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള അത്യത്ഭുതകരമായ സംവിധാനമാണ് പ്രതിരോധത്തിന് വേണ്ടി മനുഷ്യ ശരീരത്തിനകത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി മെഡിക്കൽ സയൻസിന്റെ പിൻഫലത്തോടെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂക്തങ്ങൾ അടിവരയിട്ടുകൊണ്ട് ഈ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ആന്റിബോഡികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയാണ്. ആ ആയുധ നിർമ്മാണത്തെക്കുറിച്ച് വളരെ വിശദമായി 3 അധ്യായങ്ങളിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആന്റിബോഡികൾ ഇത്തരത്തിലുള്ള ശക്തമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഈ ആന്റിബോഡികൾ മനുഷ്യ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് ഇന്ന രോഗമാണ് ഈ രോഗാണുക്കൾ പരത്തുന്നത് എന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ പ്രതിരോധം എങ്ങനെ ആന്റിബോഡികൾ സൃഷ്ടിക്കുന്നു. മനുഷ്യന് തന്റെ കണ്ണുകൊണ്ടുപോലും കാണാൻ സാധ്യമല്ലാത്ത അത്രയും സൂക്ഷ്മമായ ആന്റിബോഡികൾ, അത്ര ശക്തമായ ഒരു ശക്തമായ ബുദ്ധിയുള്ള പ്രത്യേകമായ ഓരോ സന്ദർഭങ്ങളിലും ഓരോ രോഗത്തിന് മരുന്നുകൾ കണ്ടുപിടിക്കാൻ മാത്രം ബുദ്ധിയുള്ള ഒരു വിശ്വഗ്വരന്റെ ശക്തനായ ഒരു വിശ്വഗ്വരന്റെ ബുദ്ധിയോടുകൂടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവമില്ല, സൃഷ്ടാവില്ല, ഇതൊക്കെ സ്വയംഭൂവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് പുസ്തകം അതിസമർത്ഥമായി അത്തരം ആളുകളോടും അവരുടെ ബുദ്ധിയോടും ചോദിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് നിരത്തുന്നുണ്ട്. ഏറ്റവും ബൃഹത്തായ ഒരു ഉദാഹരണമാണ് മുലപ്പാലിനെ കുറിച്ചുള്ള സംസാരം. ഒരു കുഞ്ഞു മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ ശരീരത്തിലെത്തി ആ മുലപ്പാൽ ദഹിക്കുന്നു. പക്ഷേ മുലപ്പാലിനോടൊപ്പം ഈ പോഷകമുള്ള ഒരു പാൽ മാത്രമല്ല ഉമ്മ ചുരത്തി കൊടുക്കുന്നത് എന്നും, മറിച്ച് കുഞ്ഞിന് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ശക്തമായ ആന്റിബോഡികൾ മുലപ്പാലിലുണ്ട് എന്ന സത്യം ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ മുലപ്പാലിനൊപ്പം കുഞ്ഞിനകത്തേക്ക് പ്രവേശിക്കുന്ന ആന്റിബോഡികൾ ദഹിക്കാതെ മുലപ്പാല് മാത്രം ദഹിക്കുന്നു എന്നത് ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് ഗ്രന്ഥം വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലേറെ അത്ഭുതമായ ഒരു കാര്യമാണ് മെമ്മറി കോശങ്ങളെ സംബന്ധിച്ചുള്ള വർത്തമാനം. മനുഷ്യ ശരീരത്തിനകത്തുള്ള കോശങ്ങളിൽ മെമ്മറി കോശങ്ങൾ എന്ന് പറയുന്ന ഒരു തരം കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ ആന്റിബോഡികളായി പ്രവർത്തിക്കുന്ന ഈ കോശങ്ങൾ ശരീരത്തിൽ ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന രോഗാണുക്കൾ ഏതാകുന്നു, എന്താകുന്നു, അതിന്റെ പ്രതിരോധം എന്ത് എന്ന് കൃത്യമായി ഡാറ്റ ശേഖരിച്ചു വെക്കുന്നു. അത്ഭുതകരമായ സംഭവമാണ്. അതുകൊണ്ടാണ് സാധാരണ നാം പറയാറുണ്ട്, ഒരു പ്രാവശ്യം ഉണ്ടായാൽ പിന്നെ ചിക്കൻ ബോക്സ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മെമ്മറി കോശം സൂക്ഷിച്ചു വെച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ ചിക്കൻ പോക്സിന്റെ രോഗാണുക്കൾ കയറി വരുമ്പോഴേക്കും ഈ സൂക്ഷിച്ചു വെച്ച ഡാറ്റ എൻട്രിയിൽ നിന്ന് മെമ്മറി കോശങ്ങൾ അത് പുറത്തെടുത്ത് ശക്തമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാ അത്ഭുതമാണ്. അവിടെയല്ല അതിന്റെ അത്ഭുതം അവസാനിക്കുന്നത്. അതിലേറെ പ്രസക്തമായ മറ്റൊരത്ഭുതം, നമുക്കറിയാം, കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു സെക്കൻഡിൽ 70,000 കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. മഹാ അത്ഭുതം. ഈ മെമ്മറി കോശങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എങ്ങനെ ഈ ഒരു സംവിധാനം കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ, ഈ മെമ്മറി കോശങ്ങൾ മരിക്കുമ്പോൾ അതിനു മുമ്പ് പുതിയ കോശങ്ങൾക്ക് ഈ ഡാറ്റ കൈമാറുക എന്ന ഒരു അത്ഭുത പ്രതിഭാസം ശരീരത്തിനകത്ത് സംഭവിക്കുന്നു. ആരാണ് ഇത്ര സൂക്ഷ്മമായി ഈ സംവിധാനങ്ങൾ ഒരുക്കിയത്? ആർക്കാണ്
ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു സംവിധാനത്തെക്കുറിച്ച് പറയാൻ കഴിയുക? ഇതൊക്കെ സ്വയംഭൂവാണ്, സ്വന്തമായി ഉണ്ടായതാണ്. ഇങ്ങനെ ഒരു സൃഷ്ടാവില്ല, സൃഷ്ടാവിന് അത്തരത്തിലുള്ള കഴിവുകളില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കൃത്യമായി അവരുടെ ബുദ്ധിയിൽ ലവലേശം പോലും, അവരുടെ അകത്ത് ലവലേശം പോലും ബുദ്ധിയില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമാണ് ഈ ആന്റിബോഡികൾ ശരീരത്തിനകത്ത് നടത്തുന്ന പട്രോളിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള ഭാഗം. മഹാ അത്ഭുതമാണ്. കള്ളന്മാരെയും സാമൂഹ്യ ദ്രോഹികളെയും കണ്ടെത്താൻ നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് പട്രോളിംഗ് നടത്തുന്നത് പോലെ ആന്റിബോഡി ശരീരത്തിനകത്ത് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയും അതിസൂക്ഷ്മമായി ആരും അറിയാതെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രോഗാണുക്കളെ മണത്തറിഞ്ഞ് അവയെ തടുത്തു നിർത്താനും അവയെ പ്രതിരോധിക്കാനും ഈ പട്രോളിംഗ് മുഖേന ആന്റിബോഡികൾക്ക് സാധിക്കുമെന്നത് ഒരു മഹാ അത്ഭുതമായി അവശേഷിക്കുകയാണ്. സമയം വളരെ കുറച്ചാണ്. ഈ പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിവരമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ചുരുക്കത്തിൽ പുസ്തകം നമ്മോട് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച ശേഷം പറയുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം സ്വയം ഉണ്ടായതാണ് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്, ബുദ്ധിയില്ലാത്തവരുടെ വാക്കാണ്, ഭ്രാന്താണ് എന്ന് തന്നെയാണ്. അത് പറയാനും ആ കാര്യം ജനമനസ്സുകളിലേക്ക് എത്തിക്കാനുമാണ് ഈ പുസ്തകം ശ്രമിച്ചത്. സഹോദരൻ മുഈനുദ്ദീന്റെ ഈ സംരംഭം അല്ലാഹു തആല ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പുസ്തകത്തിൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ, പുസ്തകം നിങ്ങൾ എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ചെയ്യണം. പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ 4-ാമത്തെ ചാപ്റ്ററിൽ ആന്റിബോഡികൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം, യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് ആന്റിബോഡികളെ കുറിച്ച് ഉള്ള സംസാരവും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സംവിധാനം, പ്രതിരോധ സംവിധാനം സൃഷ്ടിച്ചെടുക്കാൻ, പ്രതിരോധ സംവിധാനത്തിൽ ആക്ട് ചെയ്യാനുള്ള സൂത്രവാക്യം ആരാണ് ഈ ആന്റിബോഡികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരമാണ്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ സൃഷ്ടാവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, സൃഷ്ടികർമ്മം അത്ര ഒരു വലിയ കർമ്മമാണ് എന്നുപോലും കാണാത്ത മനുഷ്യന്മാർ, അവർ യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള അസത്യവാദങ്ങളും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും കഴിവിനെയും അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുവരുമ്പോൾ പ്രസക്തമായ ഒരു കാര്യം, മുലപ്പാലിനെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. ദഹിക്കുന്ന മുലപ്പാലും ദഹിക്കാത്ത ആന്റിബോഡികളും എന്ന പേരിൽ. അതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഉമ്മമാരോട് നൽകിയ ഒരു നിർദ്ദേശം, അൽവാലിദാതു യുർദിഅന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ എന്ന ഒരു വാക്കുണ്ട്. മാതാക്കളോടുള്ള നിർദ്ദേശം. അവർ 2 വർഷം, സാധിക്കുന്നവർ 2 വർഷം പരിപൂർണമായി കുട്ടികൾക്ക് ഈ അമ്മിഞ്ഞപ്പാല് നൽകിക്കൊള്ളട്ടെ എന്ന ഖുർആനിന്റെ പരാമർശം വെറും പോഷകാഹാരമോ അല്ലെങ്കിൽ ശരീരത്തിന് ജീവൻ നിലനിർത്താനുള്ള ആഹാരമോ അല്ല എന്നും, ആഹാരത്തോടൊപ്പം തന്നെ ശരീരത്തിനകത്തേക്ക് കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ആന്റിബോഡികളുടെ പ്രവേശനം കൂടി അതിലുണ്ട് എന്നും മനസ്സിലാക്കുമ്പോൾ റബ്ബിന്റെ കൽപ്പനയുടെ മഹത്വം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ 51-ാമത്തെ പേജിൽ ചാപ്റ്റർ നമ്പർ 5-ൽ വളരെ കൃത്യമായി പ്രതിരോധത്തിൽ ഏർപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് ഒരു സയൻസ് ബുക്കല്ല. സയൻസ് പറയാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അത് ബുക്ക് ആവോളം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുഈനുദ്ദീൻ ഉദ്ദേശിച്ചത്, മുഈനുദ്ദീൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു പാതയുണ്ട്. ആ പാത
ഇസ്ലാമിന്റെ ദഅവത്ത് യഥാർത്ഥ രൂപത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇസ്ലാമിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു കാര്യമാണ്. വളരെ കൃത്യമായി ആ കാര്യം നിർവഹിക്കാൻ എൻ്റെ സുഹൃത്തിന് സാധിച്ചു എന്ന് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിരോധത്തിൽ ഏർപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അസ്ഥിമജ്ജയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ ആ ഏഴാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ഉപഖണ്ഡിക തന്നെ അതാണ്. അസ്ഥിമജ്ജയെക്കുറിച്ചുള്ള വർത്തമാനമാണ്. മജ്ജ എന്നത് നമുക്കറിയാം ശരീരത്തിനകത്തുള്ള എല്ലിനകത്തുള്ള ഒരു സംവിധാനമാണ്. ആ മജ്ജ നിർവഹിക്കുന്ന കാര്യം എത്ര വലുതാകുന്നു. ഒരു മജ്ജയെക്കുറിച്ചുള്ള പഠനം മാത്രം മതിയാകും ഒരു മനുഷ്യന് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും കണ്ടെത്താനെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ തയാമസിനെ കുറിച്ച് പറയുമ്പോൾ പരിണാമവാദികൾ പ്രത്യേകിച്ചും തയാമസുമായി ബന്ധപ്പെട്ട് പറയാറുള്ള ചില വസ്തുതകളും അവക്കുള്ള കൃത്യമായ മറുപടികളും ആ ഭാഗങ്ങളിലുണ്ട്. വളരെ കൃത്യമായി നാം അതിനെ വായിച്ച് മനസ്സിലാക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ 85-ാമത്തെ പേജിൽ അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വായിക്കേണ്ടതാണ്. വളരെ പ്രസക്തമായത് മാത്രം സമയക്കുറവ് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. 85-ാമത്തെ പേജിൽ അറിവിന്റെ ശകലങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വളരെ മനസ്സിരുത്തി വായിച്ചെങ്കിൽ മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഗമാണത്. അറിവിന്റെ ശകലങ്ങൾ എന്ന് പറഞ്ഞ് അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ അതുണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ അതിന്റെ ആദ്യത്തെ 2-3 വരികൾ മാത്രം വായിച്ചു കൊള്ളട്ടെ. മില്ലിമീറ്ററിന്റെ 100-1 മാത്രം വലിപ്പമുള്ള ഒരു ഇറച്ചി കഷ്ണം മനുഷ്യന്റെ ഉപകരണത്തിനായുള്ള അറിവിന്റെ ഒരൊറ്റ ശകലം മാത്രം സൂക്ഷിക്കുകയും അതവന്റെ രക്ഷയ്ക്കായി ഏറ്റവും കണിശവും കൃത്യവുമായ രീതിയിൽ ഉപയോഗിക്കുകയും മനുഷ്യൻ പല ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അതീവ അത്ഭുതകരമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ പറഞ്ഞതിനേക്കാൾ എന്തുമാത്രം അത്ഭുതകരമാണ് കോശങ്ങളുടെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കോശങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. വളരെ കൃത്യമായി നാം വായിച്ചിരിക്കേണ്ട വളരെ വലിയ കാര്യമാണ് ആ ഭാഗത്ത് പറയുന്നത് എന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നീട് കോശങ്ങൾ തരംതിരിച്ച് കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അധ്യായം 11-ലും 12-ലും വിശദീകരിക്കുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. 13-ാമത്തെ അധ്യായത്തിൽ പുസ്തകം അവസാനിക്കാൻ പോകുന്ന സമയത്ത് 13-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ഉപഖണ്ഡികയായി അലർജിയെക്കുറിച്ച് പറയുന്നുണ്ട്. സാധാരണയായി നമ്മളെല്ലാവരും പറയാറുള്ള ഒരു ആവലാതി എന്ന നിലയ്ക്ക് എല്ലാവരും പറയാറുള്ള ഒരു സംഗതിയാണ് അലർജി. പക്ഷെ എന്തിനാണ് അലർജി എന്നത് ഈ ഭാഗം നമ്മൾ കൃത്യമായി വായിക്കേണ്ട ഒരു ഭാഗമാണ്. എന്തിനാണ് അലർജി? എന്തുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ ഒരു സംവിധാനം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കി? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്ന് മുട്ട കഴിച്ചിട്ടുണ്ടാവും, മുട്ട കഴിക്കാൻ പാടില്ലാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ ചെറുപയർ മുതിര കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. പക്ഷെ ആ മുതിര കഴിച്ചപ്പോൾ ഒരു അലർജിയായി ശരീരത്തിനകത്തുള്ള ഒരു വലിയ രോഗം പുറത്തേക്ക് വരികയാണ്. അതിന്റെ അടയാളം പുറത്തേക്ക് വരികയാണ്. ഒരു മഹാ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ അലർജി എന്നത്. ഏതെങ്കിലും ഒരു ചെറിയ ടാബ്ലറ്റ് കഴിച്ച് അടയ്ക്കേണ്ടതല്ല അലർജി എന്ന വസ്തുത ആ ഭാഗം വായിക്കുമ്പോൾ ശരിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. അവസാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായ സംഭവമുണ്ട്. ഈ ആന്റിബോഡികൾ നിർവഹിക്കേണ്ട പ്രതിരോധം എന്ന സംവിധാനം ബുദ്ധിയുണ്ട് എന്ന് സങ്കല്പിക്കുന്ന ബുദ്ധിയുണ്ട് എന്ന് സങ്കല്പിക്കുന്ന മനുഷ്യനെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രതിരോധ സംവിധാനം എത്ര ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ആ പ്രവർത്തനം ശരീരത്തിനകത്ത് എത്ര ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതെങ്ങാനും മനുഷ്യനെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ഈ മാതിരി
അള്ളാഹു ഇല്ല, ദൈവമില്ല, മതമില്ല, മതത്തിന്റെ ആശയങ്ങളോ ആദർശങ്ങളോ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സകലതിനെയും നിരാകരിക്കുന്ന സമൂഹത്തോടാണ് പുസ്തകം അവസാനിക്കുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യന്മാരോട്, ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാരോട് സഹിഷ്ണുതയോടുകൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ അധ്യായത്തിന് അദ്ദേഹം നൽകിയ പേര് സഹിഷ്ണുത എന്നാണ്. ഇത്രയുമാണ് പുസ്തകത്തിന്റെ ഏറെക്കുറെയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ അലയുടെ ആദ്യത്തെ ഭാഗമാണ് ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അഅല, ഉന്നതനായ, ഉന്നതിയിലിരിക്കുന്ന നിന്റെ റബ്ബിനെ നീ സ്തുതിക്കണം, നീ പരിശുദ്ധിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യം പറയുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ. സൃഷ്ടിക്കുക മാത്രമല്ല, സവ്വ എന്ന സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തവൻ. അല്ലദീ ഖലഖ ഫസവ്വ. മൂന്നാമതായി പറയുന്നത് വല്ലദീ ഖദ്ദറ. വളരെ കൃത്യമാണ്. സംവിധാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് ഓരോ സൃഷ്ടിക്കും ആവശ്യമായത് അത് അപ്രകാരം, ഒരു പോറലുകളോ കോറലുകളോ നമുക്ക് തോന്നാത്ത രൂപത്തിൽ ഒരിടത്തും മനുഷ്യന് ഇതുവരെ അഭിപ്രായമുണ്ടായിട്ടില്ല. ആന്റിബോഡികൾ അപ്രകാരമായിരുന്നില്ല ശരീരത്തിനകത്ത് പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്ന അഭിപ്രായമുണ്ടായിട്ടില്ല. അത്ര കൃത്യമാണ് അതിന്റെ സംവിധാനം. മാത്രമല്ല വല്ലദീ ഖദ്ദറ ഫഹദ. ഖദ്ദറ, കണക്കാക്കുക എന്നത്, ഓരോന്നിനും ഓരോന്നിന്റെ ഡ്യൂട്ടി കണക്കാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഫഹദ, അവർ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയെക്കുറിച്ച് വളരെ കൃത്യമായ ബോധനം നൽകുകയും ചെയ്തു എന്ന മഹാ അത്ഭുതം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ധാരാളമായി തസ്ബീഹ് ചെയ്യാൻ, സുബ്ഹാനല്ലാഹ് എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോകാൻ തോന്നുന്ന ഒരു ഇത് വായിച്ചു തീർന്നാൽ തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പുസ്തകം നമ്മെ, വായനക്കാരനെ കൊണ്ടു ചെന്നെത്തിക്കുക എന്നതാണ് പുസ്തകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. അള്ളാഹുവിനെ പുകഴ്ത്താനും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്താനും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തി കാര്യങ്ങൾ പറയാനും തസ്ബീഹ് നടത്താനും ദിക്ർ ചൊല്ലാനും ഒക്കെ സമയമില്ല എന്ന് വിലപിക്കുന്ന മനുഷ്യന് തന്റെ ജീവിതത്തിന്റെ ഓരോ കോണുകളും, പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കോണുകൾ വിലയിരുത്തി തസ്ബീഹിന്റെ ആവശ്യകതയെക്കുറിച്ച്, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു മഹാ അത്ഭുതമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ മനസ്സും സമൂഹത്തിന്റെ മനസ്സും എത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ നിർദ്ദേശം മാത്രം സഹോദരന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്, ഈ പുസ്തകത്തിന്റെ അവസാനം ഒരു പ്രാർത്ഥന കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഖാം എന്ന ഒരു പ്രാർത്ഥന. പുസ്തകത്തിന്റെ അടുത്ത പതിപ്പിൽ ആ പ്രാർത്ഥന കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. രോഗവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ്. അല്ലാഹുവേ, കുഷ്ഠരോഗത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, കാവലിനെ തേടുന്നു. വൽ ജുനൂൻ, മാനസികമായ അസ്വസ്ഥതയുണ്ടായി ഭ്രാന്ത് പോലെയുള്ള രോഗങ്ങൾ വരുന്നതിൽ നിന്നും. വൽ ജുദാം, വെള്ളപ്പാണ്ട് പോലെയുള്ള പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ചേർത്തൊരു വാചകം പറഞ്ഞു, വമിൻ സയ്യിൽ അസ്ഖാം, മോശമായ എല്ലാത്തരം മാരകമായ രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന ഒരു പ്രാർത്ഥന കൂടി ഈ പുസ്തകത്തിന്റെ അവസാനം കൊടുത്താൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന വിനീതമായ ഒരഭ്യർത്ഥനയോടെ, ഇത്തരത്തിലുള്ള ഒരു പുസ്തകം ഒരിക്കലും അവലോകനം നടത്താനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. നിങ്ങളൊക്കെ ഇത് വായിച്ചാൽ ഇതിനേക്കാൾ മനോഹരമായി, ഭംഗിയായി പുസ്തകത്തെ വിലയിരുത്താനും അവലോകനം ചെയ്യാനും സാധിക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല ഈ ഒരു കർമ്മം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ തുലാസിൽ ശക്തമായി കനം തൂങ്ങുന്ന ഒരമലു സാലിഹത്താക്കി അത് മാറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പുസ്തകം മുഖേന വഴിതെറ്റി നിൽക്കുന്ന, ആ അന്ധകാരത്തിൽ പെട്ടു നിൽക്കുന്ന സമൂഹത്തിന് മാർഗദർശനം
ഉണ്ടാകുമാറാകട്ടെ. ഈ പുസ്തകം മുഖേന ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും നിഅമത്തിനെയും അറിയാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇൽമു ലഭിക്കുകയും അള്ളാഹുവിന്റെ അതിശക്തമായ അപാരമായ ഖുദ്റത്തിനു മുമ്പിൽ വിനയാന്വിതമാകുന്ന മനസ്സിന്റെ ഉടമകളാകാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. പച്ചയായ ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിച്ചുകൊണ്ട് ആന്തരിക ശാന്തിയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ: വ്യക്തിത്വ വികസനം, വൈവാഹിക ജീവിതം, കുടുംബജീവിതം, ശിശുപരിപാലനം, സ്ട്രെസ് മാനേജ്മെന്റ്, ആത്മവിശ്വാസം നേടാനുള്ള മാർഗങ്ങൾ, ജീവിത വിജയത്തിന്റെ രഹസ്യ കലകൾ മുതലായ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം പുസ്തകങ്ങൾ. സമാധാനത്തിലേക്കുള്ള ഒരു സന്ദേശം. ആന്തരിക ശാന്തിയും സമാധാനവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള ഒരു കൂട്ടം പുസ്തകങ്ങൾ. രചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ, റിനൈസൻസ് ബുക്സ്, കണ്ണൂർ. ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട് ആന്തരിക ശാന്തിയും സമാധാനവും നൽകുന്ന പുസ്തകങ്ങൾ. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം ഹൃദയത്തിന്റെ ഭാഷയിലൂടെ കൈകാര്യം ചെയ്യുന്ന റിനൈസൻസ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പുസ്തകരചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. കേരളത്തിലെ മത, സാംസ്കാരിക, ബൗദ്ധിക രംഗത്തുള്ള വ്യത്യസ്ത സംഘടനകളുടെ നേതാക്കളും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വായിച്ച് മികച്ചതും കാലിക പ്രസക്തവും പ്രായോഗികവും ഒപ്പം ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള റഫറൻസ് പുസ്തകമായി ഓരോരുത്തരുടെ വീട്ടിലും സൂക്ഷിക്കേണ്ടതുമെന്ന് സാക്ഷ്യപ്പെടുത്തിയ പുസ്തക പരമ്പര. കുസൃതിയില്ലാത്ത കുട്ടികൾ ഭാഗം 1. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന പുസ്തക പരമ്പര വായനക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തീർത്ത മാറ്റത്തിന്റെ പ്രതിഫലനമാണ് കുസൃതിയില്ലാത്ത കുട്ടികൾ എന്ന ഈ പുസ്തകം. വികൃതിയുടെയും അച്ചടക്കരാഹിത്യത്തിന്റെയും അനുസരണക്കേടിന്റെയും വഴികളിൽ എത്തിച്ചേരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന പുസ്തക പരമ്പരയിലൂടെ ബോധ്യമായി. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ തന്നെ വികൃതികളായിരിക്കുകയാണ്. അവരുടെ അനുസരണക്കേടും അച്ചടക്കരാഹിത്യവും മൂലം ജീവിതം തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തു ചെയ്യണം എന്ന വായനക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ പുസ്തകം. കുസൃതിയില്ലാത്ത കുട്ടികൾ ഭാഗം 2. നിങ്ങളുടെ അസറ്റായ മക്കൾ അസത്തായി മാറാതിരിക്കാൻ. മുത്തിനേക്കാൾ വിലമതിക്കുന്ന നിങ്ങളുടെ മക്കൾ മുത്താറിയേക്കാൾ വിലയില്ലാത്തവരായി മാറാതിരിക്കാൻ. നിങ്ങളുടെ കൺകുളിർമയായ മക്കൾ കണ്ണിന്റെ കരടായി മാറാതിരിക്കാൻ. കുസൃതിയില്ലാത്ത കുട്ടികൾ ഭാഗം 2. പുസ്തകരചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. വൈവാഹിക ജീവിതം വിജയകരമായി തീരാനുള്ള രഹസ്യ കലകൾ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം പുസ്തകങ്ങൾ. പ്രണയത്തെ വൈവാഹിക ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് ആന്തരിക ശാന്തിയും സമാധാനവും ലഭിച്ച് സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുന്ന പ്രണയം പ്രിയതമയോട് പ്രിയതമനോട് എന്ന പുസ്തകം. വൈവാഹിക ജീവിത വിജയത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന ക്ഷമയെക്കുറിച്ച് പറയുന്ന ചമാലുക്കളോട് എന്ന പുസ്തകം. ഇണകൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റിയ ഹൃദയ ചിന്താ ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇണകളോട്. സ്ത്രീകളുടെ മനഃശാസ്ത്രവും ചിന്തായും രീതികളുമൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിനുള്ള സ്ത്രീകളോട് എന്ന പുസ്തകം. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ വായിക്കേണ്ടുന്ന പുസ്തകം. വൈവാഹിക ജീവിതത്തിനൊരു മുതൽക്കൂട്ട്. അറബിക് ഈസ് ഈസി. അറബി പഠിക്കാൻ ഒരു ശാസ്ത്രീയ ഫോർമുല. രചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. പ്രസാധനം റിനൈസൻസ് ബുക്സ്, കണ്ണൂർ. അത്യത്ഭുതകരവും അതിവിസ്മയകരവും ഒപ്പം അങ്ങേയറ്റം ലളിതവുമാണ് അറബി ഭാഷ. അറബി ഭാഷയുടെ ചില രഹസ്യ കോഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അറബി ഭാഷയിൽ നിങ്ങൾ അഗ്രഗണ്യനായി കഴിഞ്ഞു. ആ രഹസ്യ കോഡുകളെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായ NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ആശയവിനിമയ ടെക്നിക്കുകളുടെ അടിസ്ഥാനത്തിൽ
നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ പുസ്തകം. ലോകചരിത്രത്തിൽ ആദ്യമായി നടന്ന ഈ സംയോജനം അറബി ഭാഷയും ആധുനിക മനഃശാസ്ത്ര ടെക്നിക്കുകളും നിങ്ങളെ ഒന്നാം തരം ഭാഷാ നിപുണനാക്കുക തന്നെ ചെയ്യും. അറബിക് ഈസ് ഈസി. അറബി പഠിക്കാൻ ഒരു ശാസ്ത്രീയ ഫോർമുല. രചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. പ്രസാധനം റിനൈസൻസ് ബുക്സ്, കണ്ണൂർ. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു മനഃശാസ്ത്ര ഫോർമുല. ഇംഗ്ലീഷ് ഈസ് ഈസി. പുസ്തകരചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. അതെ സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് ഈസ് ഈസി. ഇംഗ്ലീഷ് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ബുദ്ധിപരമായി ഏത് തലത്തിലുള്ളവർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാൻ പറ്റിയ ഒരു ഭാഷയാണത്. പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയത് നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ കുറവോ ഇംഗ്ലീഷിൻ്റെ കാഠിന്യമോ അല്ല, മറിച്ച് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ട രീതി ശരിയല്ല എന്നതായിരുന്നു. ഇവിടെ ഇതാ ഒരു നൂതന ശൈലി. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ആശയവിനിമയ ശാസ്ത്രമായ TA, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നീ മനഃശാസ്ത്ര ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും ലളിതമായ ശൈലി. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു മനഃശാസ്ത്ര ഫോർമുല. ഇംഗ്ലീഷ് ഈസ് ഈസി. ദ ബുക്ക് ദാറ്റ് ഡിഫൈൻസ് യുവർ ഫ്യൂച്ചർ. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരുന്ന ഒരുപറ്റം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അറബ് ലോകത്തെ വിശ്രുതരായ ഇസ്ലാമിക പണ്ഡിതന്മാർ, മറ്റു പല രാഷ്ട്രങ്ങളിലെയും വായനക്കാർ മുതലായവർ വായിച്ച് അത്യത്ഭുതകരം എന്ന് വിലയിരുത്തിയ പുസ്തകങ്ങൾ. ആധുനിക ശാസ്ത്രവും ഇസ്ലാമിക പാഠങ്ങളും കോർത്തിണക്കി ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് വിശദീകരിക്കുന്ന ഏതാനും ചില കൃതികൾ. ദ ഇന്നർ ജോയ് ഓഫ് റിലേഷൻഷിപ്സ്, പേൾസ് ഓഫ് പീസ്, പീസ്ഫുൾ പാരന്റിംഗ്, ദ ബുക്ക് ഓഫ് ഇന്നർ പീസ്, ഇസ്ലാം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൽക്കമി ഫോർ യുവർ പീസ് ഓഫ് മൈൻഡ്, വിമൻഹുഡ്, പേഷ്യൻസ്. ഗ്രന്ഥരചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. പ്രസാധനം റിനൈസൻസ് ബുക്സ്. പുസ്തകങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലെത്തുന്നു. വിലാസം: ദ സർക്കുലേഷൻ മാനേജർ, റിനൈസൻസ് ബുക്സ്, പൊക്കുണ്ട്, കുറുമാത്തൂർ PO, കണ്ണൂർ. പിൻകോഡ് 670142. ഫോൺ നമ്പർ 9995401989. ഇമെയിൽ അഡ്രസ് rensbooks@yahoo.com. വെബ്സൈറ്റ് www.rensbooks.com. നിങ്ങളുടെ ഓർഡറിനായി വിളിക്കുക 9995401989. Our Calicut address: Stadium Complex, opposite Madhrumi Books, Calicut. Phone number 8138008816. നമ്പർ ഒരിക്കൽ കൂടി 8138008816. പുസ്തകങ്ങൾ UAE ലഭിക്കുന്നതിന് വേണ്ടി 0097156878454 എന്ന നമ്പറിൽ വിളിക്കുക.